ഹേ ഗൈസ്, ഇന്നത്തെ വീഡിയോ നമ്മൾ വന്നേക്കുന്നത് സാമ്പ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ GTA RP റിലേറ്റഡ്. ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത് മൊബൈലിൽ കളിക്കാൻ പറ്റുന്ന GTA RP എന്നാണ്. അപ്പോൾ GTA RP ബന്ധപ്പെട്ടിട്ട് നമ്മുടെ KPRP V4 കുറച്ച് അപ്ഡേറ്റുകൾ നോക്കാനാണ് കുറേ പേര് റിക്വസ്റ്റ് ചെയ്തൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് അതാണ് നോക്കുന്നത്. കുറേ ദിവസമാണ് നമ്മളിപ്പോൾ GTA RPയുടെ വീഡിയോസ് ഒന്നും ചെയ്യുന്നില്ലായിരുന്നു. ഇപ്പോൾ നോർമലി എനിക്കൊന്ന് ഒരു 20 ദിവസമെങ്കിലും ആയിട്ടുണ്ട്. ഇന്ന് നമ്മൾ ആ ഒരു അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ നോക്കാനായിട്ടാണ് വന്നേക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയിൽ ഞാൻ കുറച്ച് കോഡുകൾ മുകളിലായിട്ട് കൊടുത്തിട്ടുണ്ട്. റൈറ്റ് സൈഡിലായിട്ട് റൈറ്റ് ടോപ്പിലായിട്ട് കോഡ് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ KPRP DCയിൽ കൊണ്ടുപോയി ഫുൾ കോഡ് കണ്ടുപിടിച്ചിട്ട് ടിക്കറ്റ് വലിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ലക്കി ആയിട്ടുള്ള ഒരു 3 പേര്, 3 അല്ല 4 പേർക്ക് ക്യാഷ് കിട്ടണതാണ്. ആ ഫസ്റ്റ് പ്രൈസിന് 10 ലാക്കും ബാക്കിയുള്ളവർക്കെല്ലാം 5 ലാക്ക് വെച്ചും കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ അപ്ഡേറ്റും കാര്യങ്ങളും നോക്കാം. ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ മാളിൻ്റെ ഫ്രണ്ടിൽ ഈ ഒരു ഡിവൈഡർ കൊണ്ടുവന്നു. അതുപോലെ തന്നെ ഈ ഷോപ്പും പാർക്കിങ്ങും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം അത്യാവശ്യം നല്ല രീതിക്ക് എനിക്ക് തോന്നുന്നു എല്ലാവരും മാളിൻ്റെ ഫ്രണ്ടിലൊക്കെ അനാവശ്യമായിട്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് പോകുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് പാർക്കിംഗ് ഓക്കെ ആയിരിക്കും. അതുപോലെ തന്നെ ഷോപ്പ് ഓപ്പൺ ചെയ്തിട്ടാകുമ്പോൾ കുറച്ചും കൂടെ ഒരു ലുക്കും അതുപോലെ തന്നെ ഒരു RP ബേസിലേക്ക് കുറച്ചും കൂടെ റിയൽ ലൈഫിലേക്ക് വരുന്നതായിരിക്കും. അപ്പം ഓക്കെയാണ്, ആ ഒരു അപ്ഡേറ്റ് ഓക്കെ ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയും. ഓക്കെ, അതുപോലെ തന്നെ ഇതൊക്കെയാണ് ഷോപ്പിൻ്റെ ഇൻറ്റീരിയർ വരണത്. ഏതാണ്ട് 3 ഷോപ്പാണ് വരുന്നത്. എല്ലാം പിന്നെ ബാക്കിയെല്ലാം ഒരേ ഇൻറ്റീരിയർ തന്നെയാണ് ഈ 3 ഷോപ്പ്. അതായത് അമ്യൂണേഷൻ, ഫുഡ്, 24 ആണ് ഇവിടെ കൊടുത്തേക്കണത്. അപ്പം ഇത് തന്നെയാണ് ബാക്കിയുള്ള എല്ലാത്തിൻ്റെ ഇൻറ്റീരിയർ. ഇത് തന്നെയാണ് ഈ 3 ഇൻറ്റീരിയർ തന്നെയാണ് ബാക്കിയുള്ള എല്ലാത്തിനും ഇൻറ്റീരിയർ ആയിട്ട് വരുന്നത്. അപ്പോൾ എന്താണ് GTA RP, എങ്ങനെയാണ് KPRP കളിക്കാമെന്ന് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ഫുൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതായത് സിറ്റിയിൽ എങ്ങനെ സർവൈവ് ചെയ്യാമെന്ന് തൊട്ടുള്ള വീഡിയോസ് ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കയറി കണ്ട് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കിയുള്ള അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ അപ്ഡേറ്റ് നമ്മൾ ഈ ഒരു മാളിൻ്റെ ഫ്രണ്ടിലാണെങ്കിൽ അടുത്ത നമ്മുടെ മെക്കിലോട്ട് പോകുമ്പോൾ മെക്ക് മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ മെക്കിൽ ഒരു ഡീലർഷിപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ ഡീലർഷിപ്പിന് ചേഞ്ച് ഉണ്ട്, മെക്കിനും ചേഞ്ച് ഉണ്ട്. അപ്പോൾ ഡീലർഷിപ്പിലുള്ള വെഹിക്കിൾസിൻ്റെ റേറ്റിലും കാര്യങ്ങളിലും എല്ലാം ചേഞ്ച് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ഇതാണ് നമ്മളൊരു ഡീലർഷിപ്പ്. ഇപ്പോൾ മൊത്തം സിറ്റിയിൽ 4 ഡീലർഷിപ്പാണ് വന്നേക്കുന്നത് ഈ ഒരു അപ്ഡേറ്റ് കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ KPRP V3.5 അത് കാണിക്കണം നോക്കണ്ട. അപ്പോൾ അത് ഫുള്ളായിട്ട്, അതായത് ജസ്റ്റ് ഇതൊരു തുടക്കം മാത്രമാണ് V4 പറഞ്ഞിട്ടുണ്ട്. അപ്പം V4 എൻഡ് ആവുന്ന ടൈമിൽ KPRP V3.5 മാറി V4 എന്നാവുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എൻ്റെ ആവുന്ന ടൈം തന്നെ ആവണമെന്നൊന്നുമില്ല. ചിലപ്പോൾ അടുത്ത പാച്ച് അപ്ഡേറ്റിലൂടെ തന്നെ അത് മാറിയെന്നും വരും. ഓക്കെ, അതുപോലെ തന്നെ പുതിയതായിട്ട് ഷോപ്പ് വന്നിട്ടുണ്ട്. മെക്ക് ഷോപ്പ്, EMS ഷോപ്പ്, അതായത് ഫാർമസിയും അതുപോലെ തന്നെ മെക്കാനിക്കിൻ്റെ റിപ്പയർ കിറ്റും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, ഈ വെഹിക്കിൾസ് ഈ റിപ്പയർ മെക്കാനിക്കായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഫ്യൂവൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് ഈ പുതിയൊരു ഷോപ്പിൽ നിന്നാണ് വാങ്ങിക്കാൻ പറ്റുക. അപ്പോൾ കറൻ്റ്ലി അത് സിറ്റിയിൽ നിങ്ങൾക്ക് എങ്ങും കാണാൻ പറ്റില്ല. ആകപ്പാട് ഈ മെക്കിൻ്റെ മുമ്പിലൊരു ഷോപ്പുണ്ട്, അതല്ലാതെ വേറെ ഒന്നും നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നതായിരിക്കില്ല. അപ്പോൾ അതിൻ്റെ കൂടുതൽ അപ്ഡേറ്റുകൾ കാര്യങ്ങൾ ഇനി വരത്തേ ഉള്ളൂ. അപ്പോൾ അത് ഈ V4 അപ്ഡേറ്റിനകത്ത് വരുന്നൊരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു 2 ഷോപ്പ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ബാക്കിയുള്ള ഡീലർഷിപ്പ് ഒന്ന് നോക്കാം. അടുത്ത ഡീലർഷിപ്പ് എന്ന് പറയുന്നത് ഇവിടെയാണ്. അപ്പോൾ നിങ്ങൾക്ക് /ലൊക്കേറ്റ് അല്ലെങ്കിൽ GPS നോക്കുമ്പോൾ പുതിയതായിട്ട് ഡീലർഷിപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് 4 ഡീലർഷിപ്പിൻ്റെ ലൊക്കേഷൻസ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഡീലർഷിപ്പിൽ ആ വെഹിക്കിളൊക്കെ കുറച്ച് ഇൻറ്റീരിയറിന് മാറ്റം വന്നിട്ടുണ്ട്, ലൊക്കേഷൻ ഓൾറെഡി മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ മാപ്പിങ്ങിൻ്റെയൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഡീലർഷിപ്പ്. ഇത് നമുക്ക് 4 ഡോറാണ്. നേരത്തെ നമ്മൾ 2 ഡോർ വെഹിക്കിൾസ്, ഇത് 4 ഡോർ. അപ്പം വെഹിക്കിൾസിൻ്റെ എല്ലാ റേറ്റും കാര്യങ്ങളും എല്ലാം ചേഞ്ച് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ജോബിൻ്റെ റേറ്റും കാര്യങ്ങളെല്ലാം ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ സെയിൽ കാർ എല്ലാ ഡീലർഷിപ്പിൻ്റെ ഫ്രണ്ടിലും ഉണ്ട്. നമുക്ക് ബോട്ടിന് കാർ സെയിൽ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ്. പിന്നെ നമ്മൾ അടുത്ത ഡീലർഷിപ്പ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അപ്പോൾ ആ 2 ഡീലർഷിപ്പിൻ്റെ ഇൻറ്റീരിയറിന് വലിയ മാറ്റമൊന്നുമില്ല, വെഹിക്കിൾസ് ഇട്ടേക്കുന്നതിന് മാത്രം മാറ്റങ്ങളും കാര്യങ്ങളും ഉള്ളു. പിന്നെ എക്സ്പോർട്ടഡ് കാർ വന്നിട്ടുണ്ട്. കറൻ്റ് ഈ ഒരു ഓപ്ഷൻ ജസ്റ്റ് നിങ്ങൾക്ക് ബ്രൗസ് ചെയ്യാനേ പറ്റത്തുള്ളൂ. ഇവൻറ്റ് സ്റ്റാർട്ട് ആയിട്ടില്ല. ഇവൻറ്റ് സ്റ്റാർട്ട് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് ബുള്ളറ്റും യൂറോസും പുതിയ 2 കാറുകൾ കാണാനായിട്ട് പറ്റും, അത് വാങ്ങിക്കാനായിട്ട് പറ്റും. അപ്പോൾ നല്ല രീതിക്ക് തന്നെ റേറ്റും കാര്യങ്ങളും കൂടുതലാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ക്യാഷിനനുസരിച്ച് നിങ്ങളത് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുക. പിന്നെ ഓൾറെഡി മുമ്പത്തെ കാറിൻ്റെയൊക്കെ റേറ്റ് ഒന്ന് കുറച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മുമ്പ് കാർ വാങ്ങിച്ചവർക്ക് നല്ല രീതിക്ക് ഒരു ഇടിവും കാര്യങ്ങളൊക്കെ സംഭവിച്ചത്, അത് വിൽക്കുമ്പോൾ അത്രയും റേറ്റിന് കിട്ടണമെന്നില്ല. ഓക്കെ, അപ്പം അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടുണ്ട്. പിന്നെ അതിന് മുമ്പാണെങ്കിൽ കാറിൻ്റെ റേറ്റ് കൂട്ടിയപ്പം കുറേ പേർക്ക് ലാഭത്തിനൊക്കെ വിൽക്കാനായിട്ടും പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം അതിൻ്റെ ഓപ്പോസിറ്റാണ്. നമ്മൾ V3 വന്നപ്പം കൂടുതൽ ക്യാഷിന് വിൽക്കാൻ പറ്റിയെങ്കിൽ V4 വന്നപ്പം റേറ്റ് കുറയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത കാര്യം നോക്കുകയാണെങ്കിൽ നമ്മൾ V4 അപ്ഡേറ്റിൽ നമ്മൾ ഓവറോൾ കാര്യങ്ങളൊന്ന് നോക്കിയേക്കാം. അറസ്റ്റ് ബഗ് ഫിക്സ് ആക്കി, അതായത് അറസ്റ്റ് അടിക്കുമ്പോൾ സെർവർ റീസ്റ്റാർട്ട് ആവുന്നൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു, അത് ഫിക്സ് ആക്കി. ക്ലോത്ത് ഷോപ്പ് റേറ്റ്, അത് അതായത് ക്ലോത്ത് ഷോപ്പിന് 0 എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റി, അത് ഫിക്സ് ആക്കി. മെക്ക് ബിസിനസ് ആഡ് ആക്കിയിട്ടുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. EMS ബിസിനസ് ആഡ് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ മെക്ക് മാപ്പിംഗ്, അതായത് നമ്മുടെ മെക്ക് മാറ്റിയിട്ടുണ്ട്.
അതുപോലെ തന്നെ ഫർണിച്ചർ റിമൂവ് ആക്കി. നമ്മുടെ ഹൗസിനകത്ത് വയ്ക്കുന്ന ഫർണിച്ചർ റിമൂവ് ആക്കിയിട്ടുണ്ട്. അത് കുറേ പ്ലെയേഴ്സിന് ഇഷ്യൂസും കാര്യങ്ങൾ വരുന്നതുകൊണ്ടാണ് അത് റിമൂവ് ആക്കിയത്. പിന്നെ ട്രക്ക് ജോബിൽ നിന്ന് ഇല്ലീഗൽ റിമൂവ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഡ്രഗ്സ് കിട്ടണമെങ്കിൽ ഓൺലി ഉള്ള വേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടർഫ് മാത്രമാണ്. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് ഫേസ്ബുക്ക് ചാറ്റ് റിമൂവ് ആക്കി, ട്രക്കർ ജോബിൻ്റെ ബഗ്ഗെല്ലാം ഫിക്സ് ആക്കി, ഗാർബേജ് ജോബും ഫിക്സ് ആക്കിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഗാർബേജ് ജോബ് മീൻസ് മീറ്റ് ചോപ്പർ കാണാനായിട്ട് പറ്റുന്നതാണ്. സോറി, മീറ്റ് ചോപ്പർ അല്ല, ഗാർബേജ് ജോബ്, മറ്റേ നമ്മുടെ മാളിൻ്റെ അടുത്തുള്ള ജോബ്. ഓക്കെ, പിന്നെ ഓയിൽ എക്സ്പോർട്ടിൻ്റെ റേറ്റ് കുറച്ചു, ഇലക്ട്രിക് ജോബിൻ്റെ റേറ്റ് ഫിക്സ് ആക്കി, ഫാക്ഷൻ മെമ്പേഴ്സിന് ഇപ്പോൾ വെപ്പൺസ് ഒന്നും ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റില്ല ഈ സ്റ്റാഷുകളിൽ. അപ്പോൾ ആ ഒരു ബഗ് ഫിക്സ് ആക്കി. ബിഗ് ബാങ്ക് റോബറി എന്ന് പറയണ സാധനത്തിൽ ബഗ് ഉണ്ടായിരുന്നു, അത് നമ്മൾ ഫിക്സ് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഡീലർഷിപ്പ് മാപ്പിംഗ് ബാക്കിയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ വാർ ചാറ്റിനകത്ത് വരുന്ന അപ്ഡേറ്റ് ആണ് നിങ്ങൾക്ക് അറിയേണ്ടത്. വാർ ചാറ്റിൽ ഇനിയിപ്പോൾ ഗ്യാങ് മെമ്പേഴ്സ് സാധാരണ ഇടണ എല്ലാവരും കാണുമായിരുന്നു. അപ്പോൾ അവർ വഴക്കിട്ടാലും ടോക്സിക് പറഞ്ഞാലും എല്ലാം നിങ്ങൾക്ക് കാണുമായിരുന്നു. അപ്പോൾ ഇനി തൊട്ട് ഗ്യാങ് ചാറ്റ് ഗ്യാങ്ങിലുള്ളവർക്ക് മാത്രമേ കാണത്തുള്ളൂ. അതുകൂടാതെ അഡ്മിൻസിനും കാണാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ ഡയർട്ടി ക്യാഷിൻ്റെ റേഷ്യോ, അതായത് 1 ലക്ഷം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഡയർട്ടി ക്യാഷ് 70,000 ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ ടർഫ് അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട്. പേടിയെ ക്യാരി ചെയ്യാനും ബോൺ ചെയ്യാനും ഒന്നും പറ്റാത്ത കണക്കാക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു പ്ലെയറിനെ ക്യാരി ചെയ്യണമെങ്കിൽ അയാൾ ഇരിക്കണം, അല്ലെങ്കിൽ ഹാൻഡ്സപ്പ് ചെയ്താൽ മാത്രമേ, ക്രൗച്ച് ഓർ ഹാൻഡ്സപ്പ് ചെയ്താൽ മാത്രമേ ക്യാരി ആക്കുന്ന സിസ്റ്റം ആക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് അടുത്ത അപ്ഡേറ്റിലായിരിക്കും, അതായത് ഈ ഒരു V4 തീരുന്നതോടുകൂടി വരുന്നൊരു അപ്ഡേറ്റ് ആയിരിക്കും ഞാൻ പറഞ്ഞൊരു കാര്യം. അതുപോലെ തന്നെ പിന്നെ വേറെ എന്ന് വെച്ചാൽ സെർവറിൻ്റെ കുറച്ച് FPS കാര്യങ്ങളൊക്കെ ഡ്രോപ്പൊക്കെ ഒന്ന് ഫിക്സ് ആക്കി. പിന്നെ കുറച്ച് എന്താണ് പറയുക, ഒരു എൻഹാൻസ്മെൻറ്റ് കാര്യങ്ങളും കൂട്ടിയിട്ടുണ്ട്. പിന്നെ കുറച്ച് പ്ലേയേഴ്സിനെയൊക്കെ അൺബാൻ ആക്കാൻ റിക്വസ്റ്റ് ഇടാനായിട്ട് ഓപ്ഷൻ വന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു നല്ല രീതിക്ക് തന്നെ നമ്മുടെ ആൻറ്റി ചീറ്റിലൊന്നും പിടിക്കാത്ത ഹാക്ക് ഇട്ട് കളിക്കുന്നവരെ റിപ്പോർട്ട് ചെയ്യാനായിട്ട് പുതിയ സിസ്റ്റം ഓൾറെഡി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും നിങ്ങൾ അത് യൂസ് ചെയ്ത് റിപ്പോർട്ട് ചെയ്യുക. ഇല്ലീഗൽ പ്ലേയേഴ്സിനൊക്കെ ഇപ്പോൾ പെർമനൻറ്റ് ബാനാണ് കിട്ടുക. അപ്പോൾ അതൊക്കെ ആലോചിച്ചിട്ട് വേണം നിങ്ങൾ കളിക്കാനായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അതിന് മുമ്പായിട്ട് തന്നെ വേറൊരു കാര്യം കൂടെ പറയട്ടെ. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഇത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ടേക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ ഏകദേശം ഒരു 4K അടുപ്പിച്ച് അടിക്കാറായിട്ടുണ്ട്. അപ്പോൾ മസ്റ്റായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ലൈവിൻ്റെ കേസ് ലൈവ് വേണമെന്നുള്ളവർ ജസ്റ്റ് കമൻറ്റ് ചെയ്യട്ടെ. കാരണം കുറേ പേര് ചോദിക്കുന്നത് ലൈവ് ഇടാത്ത എന്താണെന്ന്. അപ്പോൾ കുറച്ച് ടൈമിൻ്റെ ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണ്. ലൈവ് വേണമെങ്കിൽ കമൻറ്റ് ഇട്ട് നമുക്ക് ലൈവും കാര്യങ്ങളും സെറ്റ്